വഴിയിലേക്ക് ഉയർത്തുന്നതിന്റെ മുന്നോടിയായി സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ധന്യൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ വേളയിൽ ആ കബറിടം സന്ദർശിച്ച് നമുക്ക് ഈ ശ്രേഷ്ഠാചാര്യൻ വഴി ദൈവാനുഗ്രഹം പ്രാപിക്കാം. മലങ്കരയുടെ മോഹന വാഗ്ദാനമായ പുനരൈക്യമേ സമാധാനത്താലെ വരിക എന്ന പ്രാർത്ഥനാ മന്ത്രവുമായി പദയാത്രികർക്കുള്ള സ്വീകരണ പരിപാടിയാണ് ഇവിടെ വെച്ച് നടത്തപ്പെടുന്നത്. നമ്മുടെ കത്തീഡ്രൽ വികാരിയായിരിക്കുന്ന ബഹുമാന്യനായ ജോൺസൺ പാറക്കച്ചൻ ഇപ്പോൾ സ്വീകരിക്കുന്നു. MCAയുടെ പത്തനംതിട്ട ഭദ്രാസനാധിപൻ MCAയുടെ ആത്മീയ ഉപദേഷ്ടാവ് ബഹുമാന്യനായ ഫാദർ എബ്രഹാം മണ്ഡൽ, കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ ജോസ് മാത്യു അവർ സ്വീകരിക്കുന്നു. കത്തീഡ്രൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ ജോൺ കെ വർഗീസ്, MCAയുടെ പത്തനംതിട്ട ഭദ്രാസന ജനറൽ സെക്രട്ടറി ശ്രീ M തോമസ് അവർ, MCA പത്തനംതിട്ട ഭദ്രാസന ട്രഷറർ ശ്രീ ജോർജ് യോഹന്നാൻ, MCMF കത്തീഡ്രൽ ഭാരവാഹിയായിരിക്കുന്ന ശ്രീമതി ജോണി സജി, MCMF ജില്ലാ പ്രസിഡന്റ് ശ്രീമതി മാർഗരറ്റ് വർഗീസ്, KCF-ന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ PK ജോസഫ്, MCA കത്തീഡ്രൽ യൂണിറ്റ് ഭാരവാഹിയായിരിക്കുന്ന ശ്രീ ഏവൽ ഷാജി, MCMF ഭാരവാഹികൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ സ്വീകരിക്കുന്നു. MCA യൂണിറ്റ് പ്രസിഡന്റ് ബഹുമാന്യനായ സജി സി മാത്യു, MCAയുടെ ഭദ്രാസന മുൻ പ്രസിഡന്റ് ബഹുമാന്യനായ സജി മുടികയിൽ ഇപ്പോൾ സ്വീകരിക്കുന്നു. MCAയുടെ പത്തനംതിട്ട രൂപതയുടെ പ്രസിഡന്റ് വയനാട് ജില്ലയുടെ പ്രസിഡന്റ് ഇവാൻ ഇപ്പോൾ സ്വീകരിക്കുന്നു. ഇവാൻ പരിശുദ്ധ വന്യക്കുരിശ് ഇപ്പോൾ ഏറ്റുവാങ്ങി കത്തീഡ്രലിന്റെ അകത്തേക്ക് സ്വീകരിച്ച് അറിയിക്കുന്നു. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, 46ാമത് തീർത്ഥാടന പദയാത്രയും 73ാമത് ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളും ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ റാന്നി പെരുന്നാട്ടിൽ നിന്ന്
യാത്രയായി പത്തനംതിട്ട കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നതായ തീർത്ഥാടകരെ എല്ലാവരെയും, പ്രത്യേകിച്ച് അഭിമന്യരായ പിതാക്കന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, യുവജന സുഹൃത്തുക്കൾ, നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചാത്തും നീതികരൻ ആചാര്യന്മാരും മഹിമയതിൻ നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത് എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കരുണയോടെ ഞങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് ബലഹീനരാ ഞങ്ങളെ ദയാപരിസരം തിരുസന്നിധിയിലേക്ക് ഉയർത്തിയ മഹോന്നതനും അദൃശ്യനുമായ ദൈവവും തന്റെ സേവനത്തിന് ഞങ്ങളെ ശുദ്ധീകരിക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി സ്വയം പ്രതിഷ്ഠിച്ചവനും വിശുദ്ധീകരണം നൽകുന്നവനും സ്തുതികളെ സദാ അംഗീകരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. തന്റെ പുരോഹിതന്മാരെ വിശുദ്ധ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്നവരായി നിയോഗിക്കുകയും തന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഓർമ്മ സജീവമായി നിലനിർത്തുവാൻ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിന് തന്റെ ദാസനും ഞങ്ങളുടെ വന്യപിതാവുമായ ധന്യന്മാർ ഇവാനിയോസിന്റെ ഓർമ്മയാചരിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കൃപാസമൃദ്ധിയുള്ളവനും അപരിമേയനും അതിവിശുദ്ധനുമാം ദൈവമേ, നീ പ്രത്യേകമാവിധം കരുണ്യവാനും നാദോചിതമായും യഥാർത്ഥമായ നന്മയും സത്യവും ഉള്ളവനുമാകുന്നു. ധാരാളമായ ദിവ്യദാനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വർഗത്തെ നീ ഐശ്വര്യപ്പെടുത്തി നിന്നെ ശുശ്രൂഷിച്ച് നിന്റെ നൽവരം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം പുണ്യവാന്മാരാം ശ്രേഷ്ഠാചാര്യന്മാരുടെയും
ആചാര്യന്മാരുടെയും ശമാസന്മാരുടെയും നിരകളാൽ നിന്റെ സഭയെ ശ്രേഷ്ഠമാക്കി. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാലും തിരഹിതത്താലും ഞങ്ങളുടെ ദാസനും ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യനുമായ ധന്യനാമാറിവാര്യോസ് തിരുമേനിയെ ധന്യനായ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. സത്യമായി അങ്ങേ സേവിക്കുന്ന ഉത്തമ ശുശ്രൂഷകനായിരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഇഷ്ടം നിന്റെ ദാസനിൽ പ്രവർത്തിച്ചുവല്ലോ. കർത്താവേ, നിന്നെ സമ്പാദിപ്പാനായി തന്നെ നഷ്ടപ്പെടുത്തുവാൻ നിന്റെ ദാസനെ നീ പഠിപ്പിച്ചുവല്ലോ. നിന്നെ പൂർണ്ണമായി സമ്പാദിപ്പാൻ തന്നെ ശൂന്യമാക്കുവാൻ നീ നിന്റെ ദാസനെ അഭ്യസിപ്പിച്ചുവല്ലോ. കർത്താവേ, ഇപ്പോൾ നിന്റെ ദയോടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിർമ്മലവും സത്യവിശ്വാസ സംരക്ഷകനുമായ മൽപ്പാന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ നിന്റെ ദാസൻ ധന്യന്മാരെ വാര്യോസിനെ സഭയിൽ വിശുദ്ധനായി നീ ഉയർത്തണമേ. നിന്റെ ദാസന്റെ സുഹൃത നടപടികൾ നിനക്ക് ഇമ്പമുള്ളതായിരുന്നതിനാൽ നിന്റെ ദാസനിലൂടെ നിന്റെ സഭയെ നീ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ നിന്റെ ദാസനും ആചാര്യനുമായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാസന്മാരെയും സകലവരേതരെയും നിന്റെ സന്നിധിയിലേക്ക് നീ സ്വീകരിച്ചുകൊള്ളണമേ. നിന്റെ രാജ്യത്തിലെ വിശുദ്ധരോടൊരുമിച്ച് ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും അങ്ങേക്കും പരിശുദ്ധാതൃത്വത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നൽകേടുക പുണ്യം. പള്ളികളുടെ
ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ പദയാത്രയെ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ സ്വീകരിക്കപ്പെടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവരെ കുറവുകളും ബലഹീനവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഞങ്ങളോട് കണ്ണ് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയതോന്നി ഞങ്ങളോട് കണ്ണ് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരടി ഞങ്ങളോട് കണ്ണ് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ നീക്കും നിനക്ക് സ്തുതി. പാലിക്കുമോ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഇവിടേക്ക് ഭക്ഷണം പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാവരും സ്വീകരിക്കണമെന്നതായാലും ഇടവകാര്യങ്ങളുടെ പ്രത്യേകം വൈദികർക്ക് പള്ളിമേടയും കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ 6:05 ഇവിടുന്ന് പദയാത്രകളിലായിരിക്കും. 10 മിനിറ്റിന് ശേഷം നമുക്ക് 2.5 കിലോമീറ്ററുടെ യാത്ര ചെയ്യാനുണ്ട്. ഏതാണ്ട് 40 മിനിറ്റത്തെ യാത്രകളുണ്ട്. ഇത് എത്രയും വേഗം എല്ലാവരും റെഡിയാവണം. നമ്മൾ യാത്ര തുടങ്ങുന്നത് പള്ളിയുടെ ഈ വശത്തോട് റോഡുണ്ട്. ആ റോഡ് വഴിയായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. നേരത്തെ ആരും റോഡിലേക്ക് ഇറങ്ങി നിൽക്കരുത്. അത് വാഹനത്തിന് അസൗകര്യം ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ പുനരാരംഭിക്കുമ്പോൾ കുരിശിൻ്റെ പിന്നിലായി തടയുന്ന ക്രമീകരണം അനുസരിച്ച് എല്ലാവരും പോകുന്നതായി മനസ്സിലാക്കുന്നത്.